പൊറുക്കാന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. ആരുടെയും കെട്ടുതാലി പൊട്ടിക്കാനും മണിമാളിക താമസിക്കാനും അല്ല ഞങ്ങളോട് വന്നത്. എന്റെ മോക്കൊരു ജീവിതം വേണം. അവളുടെ തന്ത വലിയ പ്രമാണിയായിട്ട് ഇവിടെ വാഴുമ്പോ ഇത്രയും കാലം ഒരു അനാഥ പെണ്ണിനെ പോലെയാണ് എന്റെ മോള് കഴിഞ്ഞത്. ഇറങ്ങി പോകുന്നുണ്ടോ നീയെ? അപ്പന്റെ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നു. ആ തിരുമോന്ത കണ്ടാൽ അറിയാം മറ്റേനവാന്ന്. കണ്ടവന്റെ പുറകെ ഓടി നടന്ന ആരാന്റെ കൊച്ചിനുണ്ടാക്കിയിട്ട് ഇപ്പൊ അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങടി, ഇല്ലെങ്കിൽ ചൂലെടുത്ത് മോത്തടിക്കും. നിന്നെ എന്നാത്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നിങ്ങളുടെ മോളെ ഏൽപ്പിക്കാൻ വന്നതാ. മോളോ? അതൊരു പുതിയ അറിവാണല്ലോ. ഓ അത് ശരി, കാഞ്ഞിരപ്പള്ളിയിലെ സണ്ണിപ്പൈതലിന്റെ പുതിയ നമ്പറാണല്ലേ. കൊള്ളാം. മാന്യമായ നാട്ടിച്ചേ അടങ്ങത്തുള്ളൂ അല്ലേടാ? ഓ മാന്യതയുടെ കാര്യമൊന്നും അധികം വിളമ്പണ്ട. തന്റെ മാന്യത തഴുത്ത രൂപമാണല്ലോ ഈ നിൽക്കുന്നത്. ഇവളെ പോലെ എത്ര ആനുമാർ അപ്പാന്ന് വിളിച്ച് വരാൻ കിടക്കുന്നുണ്ടാവും. ഇവളെന്റെ മോളാന്ന് എന്നാ തെളിവ്? എടോ, തള്ള ചൂണ്ടിക്കാണിക്കുന്ന ഏത് കൊച്ചിനും തന്ത, അത് തന്നെ തെളിവ്. എന്നാ തെളിയിക്കടാ. പുതിയൊരു ഇറക്കുമതിയെ കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ വണ്ടി കയറി പോകല്ലേ. വാട്ടി കഴിവറട മോളെ. കാഞ്ഞിരപ്പള്ളിക്കാർ ഏതാണ്ട് ഒലത്തു എന്ന് പറഞ്ഞപ്പോ നീയും മോളും എന്നെ പരസ്യമായി നാറ്റിക്കാൻ ഇറങ്ങി അല്ലടി. മിണ്ടിപ്പോകരുത്. കുട്ടപ്പായുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. 10-20 കൊല്ലം തന്തയില്ലാതെ വളർന്ന പൊന്നുമോക്ക് തന്ത ഉണ്ടാക്കാനോ അതോ പണം ഉണ്ടാക്കാനോ? എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവന്മാരുടെ കൂടെ നിന്ന് കളി തുടരാനാണ് ഭാവമെങ്കിൽ താമസിയാതെ കോലഞ്ചേരി പുഴയിൽ 2 ശവം കൂടെ ഒഴുകും. മാനഹാനി മൂലം ആത്മഹത്യ ചെയ്ത അമ്മയും മോളും എന്ന് പോലീസ് മഹസർ എഴുതും. മനസ്സിലായോടി? ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങളും സാക്ഷികളുടെ മൊഴികളും നൽകപ്പെട്ട തെളിവുകളും സശ്രദ്ധം പഠിച്ച കോടതി ആനി കുട്ടപ്പായ്ക്ക് ദീനാമയിൽ ജനിച്ച മകളാണെന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മെയിന്റനൻസ് കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഹെൻസ് ദ കേസ് ഇസ് ഡിസ്മിസ്ഡ്. എന്ത് പറ്റി കാഞ്ഞിരപ്പള്ളിക്കാരൻ പൈതൽ? ഹലോ, കാണാം. ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുക ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. നമുക്കിവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റി. പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകളുടെ ഒരുതരം നോട്ടവും സംസാരവും. എവിടെ പോയാലും നിനക്ക് അമ്മയോടുള്ള ദേഷ്യം ഇല്ലാണ്ടാവോ? മകളുടെ മുഖത്ത് കരിവാരി തേച്ച ഒരമ്മ. നിങ്ങളുടെയൊക്കെ കുടുംബപ്പോര് തീർക്കാൻ ഞാനും എന്റെ മോളും ഒരു കരുവായി. പോന്നപ്പോ ഒരു മുഴം കയറോട് കൊണ്ടുവരായിരുന്നില്ലേ? 18 കൊല്ലം ഞാൻ എന്റെ മോളെ മണ്ണിൽ ചീത്തപ്പേരില്ലാതെ വളർത്തി. ഇന്ന് മുതൽ ഈ തള്ളയും മോളും ആരാ? പഴിച്ചവളും പഴിച്ചു പറ്റവളും. എനിക്കൊരു തെറ്റുപറ്റി, ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അറുപ്പും വെറുപ്പുമാണ് കാഞ്ഞിരപ്പള്ളിക്കാരുടെ എനിക്ക്. കല്ലൂക്കാരന്മാരെ എന്റെ ജീവിതം തകർത്തപ്പോ നിങ്ങൾ ചവിട്ടി തേച്ചത് എന്റെ കുഞ്ഞിന്റെ ജീവിതമാണ്. നിങ്ങൾ എന്തോ ജീവിതം തേച്ചെന്നായി പറയുന്നേ? കൊണ്ട് കേസ് കൊടു. അല്ല പിന്നെ എനിക്കിതിൽ കൂടുതൽ ഭംഗിയായ ഭാഷയിൽ ക്ഷമ പറയാൻ അറിയില്ല. എത്ര നിസ്സാരെ സണ്ണിച്ചിന് പറഞ്ഞൊഴിയാൻ കഴിഞ്ഞു. ഇനി തള്ളയ്ക്ക് മോൾക്ക് എന്തുണ്ട് പ്രതീക്ഷിക്കാനെന്ന് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. ഇരമജി സന്നിച്ച നേരിട്ട് കാണിച്ചിട്ടില്ല, ഇനിയോട്ട് കാണിക്കുകയില്ല. കല്ലൂക്കാരന്മാർക്കിട്ട് വെടിപൊട്ടിക്കണമെന്ന് കൂടെ കരുതിയാ നിങ്ങളെ കോടതി കയറ്റിയത്. അതിലൂടെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ കണക്ക് തെറ്റിയപ്പോ മനസ്സ് വേദനിച്ചത് നിങ്ങളെ മാത്രമല്ല, ഞാൻ മൂലം ആരും കരയുന്നത് എനിക്കിഷ്ടമല്ല. അനി, ഇതൊരു ഔദാര്യവാക്കല്ല. നിനക്കിഷ്ടമാണെങ്കിൽ ഈ നിമിഷം മുതൽ നീ എന്റെ പെണ്ണ. നാട്ടുകാരുടെ മുമ്പിൽ ദുഷ്പേരുകാരിയായ നിന്നെ ഞാൻ കിട്ടും.
കുട്ടപ്പായിയെ നാട്ടിക്കാൻ കൊണ്ടുവന്ന വിഴുപ്പിനെ തന്നെ ചുമക്കുക. കൊള്ളാം, ആദർശവാദി. എന്നാ പിന്നെ ഒരു സമൂഹ വിവാഹ ചടങ്ങിൽ വെച്ച് തന്നെ ആയിക്കൊണ്ടാ പത്രത്തിൽ പടം വരും. ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തരാൻ പാടില്ല. ഓ, അത്രയ്ക്ക് ത്യാഗം ചെയ്യാൻ നീ ആര് പുണ്യാളച്ചനോ? പിഴച്ച പെണ്ണുങ്ങൾ വേറെ നാട്ടിലുണ്ട്. നീ എന്ന് അവരുടെ മക്കളെ കെട്ട്. അപ്പച്ച സണ്ണിച്ചായം കാരണം തള്ളേ മോളും കുട്ടപ്പായി കയറി കേസ് കൊടുത്ത്. കേസ് ഒട്ട് ജയിച്ചില്ല. അവർക്കാണെങ്കിൽ നാണക്കേടോട് പുറത്തിറങ്ങാൻ വയ്യ. ഓടാ, നിന്നെ ആരും കൂടി വിളിച്ചില്ലല്ലോ. ചേട്ടന് വെക്കാലത്ത് പറയാൻ ഒരു പോലീസ് തന്നെ മന്ത്രിക്കുന്നു. എന്റെ കൊക്കന് മോള് ജീവനോടത്തോളം കാലം ഈ കല്യാണം നടക്കില്ലടാ. അഥവാ അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ആ നിമിഷം ഈ വീടിനെ പണിക്ക് പുറത്തിറങ്ങിക്കോണം. നിങ്ങൾ എന്നതായി പറയുന്നത്? കല്യാണ കാര്യത്തിലെങ്കിലും പിള്ളേരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? ബേവിച്ചന്റെ കാര്യത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഇനി സണ്ണത്തിനെ കൂടെ ഇവിടുന്ന് ഇറക്കി വിടണോ? നീ ഒരുത്തിയാണ് ഇതിനെല്ലാം മളം വെച്ചു കൊടുക്കുന്നത്. ഇവന്റെ ചേട്ടന്റെ പുറകെ പോകാൻ ഇഷ്ടമെങ്കിൽ ഇവനും പോട്ടടി. അച്ചായ, നമുക്ക് മാർഗം ഉണ്ടാക്കാം. ഞാൻ പള്ളി വരെ ചെന്ന് അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കാം. അച്ഛൻ പറഞ്ഞ അപ്പച്ചനെതിര് പറയത്തില്ല. ആ, കർത്താവ് തന്റെ മനസ്സ് കാണുന്നുണ്ട് കറിയാച്ച. പക്ഷെ ഇനി ഈ പിടിവാശി തുടരരുത്. തുടർന്നാൽ താൻ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകും. തൂമ്പുങ്ങലെ പെണ്ണിനെ ബേബിച്ചൻ ഇഷ്ടപ്പെട്ട് കെട്ടിയപ്പോ താൻ എടുത്ത നിലപാട് ഇവിടെ ആവർത്തിച്ച തനിക്കും അന്നാമ്മയ്ക്കും ഒരു മോനെ കൂടിയാവും നഷ്ടപ്പെടുക. കാരണം തന്റെ രക്തം അവരുടേത്. വാശിക്ക് ഒട്ടും പിന്നോട്ടല്ല. എന്തൊക്കെ പറഞ്ഞാലും അവളെ കല്ലൂക്കാരന്റെ സന്ധിയല്ലേ അച്ചു? തൂത്താമായെന്ന് ബന്ധമാണോ? ആനി നല്ല കുട്ടിയാ കറിയാച്ച. അവള് ചെന്ന് കയറുന്നിടത്ത് ഐശ്വര്യക്കേടുണ്ടാകത്തില്ല. താൻ സമാധാനമായിട്ടൊന്ന് ആലോചിക്കുക. ബേബിച്ചൻ ത്രേസിയുടെ കൈയും പിടിച്ചിറങ്ങിപ്പോയിട്ട് ഈ വരുന്ന ചെറിയ പെരുന്നാളിന് 8 കൊല്ലം തികയ. ഓർമ്മയുണ്ടോ തനിക്ക്? സണ്ണിച്ചന്റെ കല്യാണത്തിന് അവനെയും വിളി. അവനൂടെ തിരിച്ചു വന്ന കാഞ്ഞിരപ്പള്ളി തറവാടിന്റെ ബലമൊന്ന് വേറെയാ. എവിടെയും തോക്കാത്ത കറിയാച്ചനെ എന്നും തോപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മക്കള് തന്നെ അണച്ചു. ഞാൻ തോറ്റു കൊടുത്തേക്കാം. ഒന്നും കഴിക്കാതെ വന്നത് എന്നാ കിടപ്പാ? വന്നാട്ടെ, എഴുന്നേറ്റ് വല്ലതും കഴിക്കേ. നേരം കൊറേ ആയി. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മനക്കോട്ട കെട്ടരുതെന്ന് പറയുന്നത് എത്ര നേരാ? നമ്മുടെ മക്കളല്ലേ, അവന്മാരുടെ ആഗ്രഹം നടത്തി കൊടുക്കുമ്പോ ഇങ്ങനെ ഇത്തിരൂടെ വലിയവനാകത്തല്ലേ ഉള്ളൂ. നമ്മുടെ മക്കള് നന്നായി ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ കാണുന്നതൊക്കെ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്നേ. ഞാൻ തോറ്റു കൊടുത്തേക്കാം. അവൻ അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഇനി ഒരുത്തിനെ കൂടി ഇറക്കി വിട്ടത് നീ എന്റെ മേൽ പഴിച്ചാരില്ലല്ലോ. ഇനി ഇപ്പൊ തീയതി നിശ്ചയിക്കുക, അത്രേ ഉള്ളു കാര്യങ്ങള്. എന്റെ മോള് രേഖയുടെയും സണ്ണിയുടെയും കെട്ട് ഒരൊറ്റ ദിവസം നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. നൊയമ്പ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച. സ്വന്തം മോളുടെ കല്യാണം ഉറപ്പിക്കലിന് തന്തയെ വിളിക്കാഞ്ഞത് കാഞ്ഞിരപ്പള്ളിക്കാരുടെ ബുദ്ധിയായിരിക്കും, അല്ലേ ദീനാമേ? ഏതായാലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിങ്ങ് എത്തിയത് നന്നായി. ആനി എന്റെ മോളല്ലാന്ന് ഉറപ്പിച്ച് പറഞ്ഞത് കോടതിയാ. അന്നതായിരുന്നു അതിന്റെ നേര്. പക്ഷെ ഇപ്പോ എനിക്കിത് സമ്മതിച്ചേ പറ്റൂ. ഇവൾ എന്റെ മോള് തന്നെയാ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തള്ള പറയട്ടെ. ഞാൻ ആനിക്ക് വേണ്ടി ഒരു നല്ല പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. കുവൈറ്റ് എയർവേസിൽ അവന് ജോലി. എന്തൊക്കെയായാലും സ്വന്തം മകളെ ഒരു തെമ്മാടിക്ക് കൊടുക്കാൻ ഏതെങ്കിലും അപ്പം തയ്യാറാവുമോ? പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കാര്യം ദീനാമയോട് പറയാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നേ. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ ചങ്ങിനിട്ട് കുത്താൻ നിങ്ങൾ കണ്ടുപിടിച്ച ആയുധം കൊള്ളാം. പക്ഷേ കറിയാച്ചൻ വീഴത്തില്ല. നീ അത് ഓർത്തോ? പാടി. ആ, മോള് കരയണ്ടാടി. ഇനി മുതൽ നീ കല്ലൂക്കാരൻ കുടുംബത്തിലേതാ. ഒരു നല്ല തറവാട്ടിലേക്ക് തന്നെ